ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനം ഇപ്രകാരം ആണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കൃപാസനം എന്താണ്? എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ അടുത്തു ചെല്ലാമെന്ന് പ്രത്യേകമായി പറയുന്നത്? ഈ ധ്യാനിക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിലെ സമാഗമന കൂടാരവും അതിൻ്റെ വിവിധ ഭാഗങ്ങളും അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ കൃപാസനത്തെക്കുറിച്ചും പഠിക്കേണ്ടിയിരിക്കുന്നു. സമാഗമന കൂടാരത്തിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഒന്ന് പ്രാകാരം, രണ്ടാമത്തേത് വിശുദ്ധ സ്ഥലം, മൂന്നാമത്തേത് അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്താണ് കൃപാസനമുള്ളത്. കൃപാസനം എന്ന് വെച്ചാൽ അതിങ്ങനെയാണ് പറയുന്നത്: തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വെക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും എന്ന് മോശയോട് കൽപ്പിച്ചു. അപ്പോൾ അതിനനുസരിച്ചാണ് കൃപാസനം ഉണ്ടാക്കിയിരിക്കുന്നത്. വീണ്ടും അവിടെ പറയുന്നത്, കർത്താവ് പറയുകയാണ് മോശയോട്, കൃപാസനത്തിൻ്റെ മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിനു മുൻപിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. അതായത് ദൈവം അനുവദിക്കാത്ത സമയത്ത് അവിടെ ആരും കടന്നു ചെല്ലാൻ പാടില്ല. അപ്പോൾ മോശയോട് പറയുകയാണ്, അഹരോൻ പുരോഹിതനാണ് എങ്കിൽ തന്നെയും മഹാപുരോഹിതനായിട്ടൊക്കെയാണ് ആക്കിയിരിക്കുന്നത്. എന്നാൽ ഇഷ്ടമുള്ള നേരത്തൊന്നും അവിടോട്ട് കടന്നു വരരുത്. കാരണം കർത്താവ് ഏറ്റവും വിശുദ്ധമായ ഇടത്ത് വസിക്കുന്ന ദൈവമാണ്. അപ്പോൾ കെയർലെസ് ആയിട്ട്, അല്ലെ, ശ്രദ്ധയില്ലാതെ ആരും, പ്രത്യേകിച്ച് ഈവൻ മഹാപുരോഹിതനാണെങ്കിൽ തന്നെയും അവിടെ കടന്നു ചെല്ലാൻ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത് എന്താണ്? തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനായിട്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാമെന്ന്. ആ വാക്യമാണല്ലോ നമ്മൾ ആദ്യം വായിച്ചത്. അതായത് ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. എങ്ങനെ? കൃപാസനത്തിനടുത്തേക്ക്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്ത് മാറ്റമാണ് പഴയ നിയമത്തിൻ്റെ കൃപാസനത്തിനും പുതിയ നിയമത്തിലെ കൃപാസനത്തിനും തമ്മിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്താണ്? എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരം ഉണ്ടായിരുന്നു. 2-ാം തിരശ്ശീല എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു തിരശ്ശീലയുണ്ട്. അതായത് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു തിരശ്ശീല അവിടെ ഉണ്ട്. അതുകൂടാതെ വിശുദ്ധ സ്ഥലം കഴിഞ്ഞിട്ട് വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വേറൊരു തിരശ്ശീലയും ഉണ്ടായിരുന്നു. അതാണ്. അപ്പോൾ ആ 2-ാം തിരശ്ശീലയുടെ പുറകിലാണ് ഈ ആർക്ക് ഓഫ് ദ കവനന്റ് അല്ലെങ്കിൽ സാക്ഷ്യ പെട്ടകവും പെട്ടകത്തിൻ്റെ മുകളിൽ കൃപാസനവുമുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് അത് മുഴുവനും, അതായത് ആ ആർക്ക് ഓഫ് ദ കവനന്റ്
അതായത് ആ പെട്ടകം മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞതായിരിക്കണം. അതായത് നിയമപെട്ടകവും അതിനകത്ത് അതിനകത്തും അത് എന്തുകൊണ്ടാണ് ആ പെട്ടകം അവിടെ ആവശ്യമായിരിക്കുന്നത്? അതിനകത്ത് പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. കർത്താവ് പ്രത്യേകമായിട്ട് പറഞ്ഞു വെപ്പിച്ച ചില സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അതെന്താണെന്ന് വെച്ചാൽ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, രണ്ടാമത് അഹരോന്റെ തളിർത്ത വടി, മൂന്നാമത് നിയമത്തിന്റെ കൽപ്പലകകൾ. ഈ 3 കാര്യങ്ങളാണ് ഈ പെട്ടകത്തിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. അതാണ് സാക്ഷ്യം. അതായത് കർത്താവ് പറഞ്ഞത് ഈ സാക്ഷ്യത്തിന്റെ ചില വസ്തുക്കൾ അതിനകത്ത് വെക്കണം. അതിനനുസരിച്ച് അത് അവിടെ വെച്ചിരിക്കുകയാണ്, ഈ 3 കാര്യങ്ങൾ. ഇനി അതിനു മീതെ അപ്പോൾ ഈ പെട്ടകത്തിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഈ പെട്ടകം അടയ്ക്കണമല്ലോ. അപ്പോൾ അടയ്ക്കാനായിട്ടാണ് മീതെ കൃപാസനത്തെ മൂടുന്ന ഒരു പലക. അതത് സ്വർണം കൊണ്ടാണ്. അതായത് ഖദിരമരമാണ് അതിനകത്തുള്ളതെങ്കിലും സ്വർണമാണ് അകത്തും പുറത്തും കവറായിട്ട് അതിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേൽ ഉള്ള യാഗപീഠം എന്ന് വെച്ചാൽ കൃപാസനത്തിലേക്ക് അടുത്ത് വരണമെങ്കിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈ നിറയെ എടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. ഇത് രണ്ടാമത്തെ തിരശ്ശീലയുടെ അകത്തേക്ക് വരേണ്ട കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എങ്ങനെയാ വരേണ്ടത്? യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് മറ്റേ കൈ നിറയെ സൗരഭ്യമുള്ള ധൂപവർഗത്തിൻ്റെ പൊടി ചൂർണം. എന്നാൽ താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിൻ്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിലിടണം. അതായത് ഒരു കയ്യിൽ ആ തീ നിറച്ച ഒരു പാത്രമാണ്, വലം കൈയിൽ ധൂപവർഗമാണ്. അപ്പോൾ അവിടേക്ക് കയറുന്നതിന് മുൻപ് തിരശ്ശീലയുടെ ആ സൈഡിൽ കൂടെയാണ് അകത്തേക്ക് കയറുന്നത്. കയറുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം? ഈ തീയിലേക്ക് ആ സുഗന്ധവർഗത്തിൻ്റെ പൊടി ഇടണം. അപ്പോൾ വളരെയധികം പുകയുണ്ടാകും. ആ പുകയുടെ മറവ് അവിടെ ഉണ്ടാകും. അല്ലാതെ നേരെ ചെന്നൊരു മനുഷ്യന് കൃപാസനത്തെ സന്ദർശിക്കാനോ അതിൽ തൊടാനോ ഒന്നും ഒരു അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു വലിയ തിരശ്ശീല, നല്ല കട്ടിയുള്ള തിരശ്ശീലയാണത്. ആ തിരശ്ശീല കടന്നു വേണം അകത്തേക്ക് വന്ന് ഈ സാക്ഷ്യപെട്ടകത്തിൻ്റെ പുറത്തുള്ള കൃപാസനത്തിൻ്റെ അടുത്തേക്ക് പിന്നീട് യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ രക്തവുമായിട്ട് വരേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഒരുക്കുകയാണ് ആ സ്ഥലം. ഒരുക്കുന്നത് എങ്ങനെയാണ്? ഈ ധൂപവർഗത്തിൻ്റെ പുക അവിടെ മുഴുവനും നിറയണം. അതായത് അങ്ങനെ ഓടിച്ചെന്ന് വലിയ ലൈറ്റും ഒക്കെ ഇട്ട് കാണാനും ഒന്നും സാധ്യമല്ലാതെ. അപ്പോൾ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീലയുടെ സൈഡിൽ കൂടെയാണിപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കയറുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപെട്ടകത്തിന്മീതെയാണല്ലോ കൃപാസനമുള്ളത്. അപ്പോൾ ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വന്നാണ് അതിലേക്ക് രക്തം തളിക്കേണ്ടത്. ഏത്? കാളക്കിടാവിൻ്റെ രക്തം ആദ്യം തളിക്കണം, പിന്നീട് കോലാട്ടുകൊറ്റൻ്റെ രക്തം തളിക്കണം. അപ്പോൾ അതേ തൊടാനൊന്നും പാടില്ല. കൈ വിരലുകൾ കൊണ്ട് ആ രക്തത്തിൽ മുക്കി അവിടേക്ക് തളിക്കുക മാത്രമേ ആകാവൂ. യാഗപീഠത്തിന്മേലും തളിക്കണം. അതായത് ആ കെരൂബുകളുടെ മധ്യത്തിലാണല്ലോ കർത്താവിൻ്റെ ആ ശബ്ദം അവിടെ നിന്നാണ് കേൾക്കുന്നത്. കാണാൻ ആർക്കും സാധ്യമല്ല. ആ ശബ്ദം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. ഇനി ആ ധൂപപീഠ, അതായത് ആ കൃപാസനത്തിൻ്റെ താഴെയും രക്തം 7 തവണ തളിക്കണം. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലെ 14-15 വാക്യങ്ങൾ
ഇങ്ങനെയാണ് പറയുന്നത്. അവൻ കാളയുടെ രക്തം കുറെയെടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറെ തൻ്റെ വിരൽ കൊണ്ട് കൃപാസനത്തിൻ്റെ മുന്നിലും 7 പ്രാവശ്യം തളിക്കണമെന്ന് അവിടെ പറയുന്നു. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശ്ശീലയ്ക്ക് അകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തിരുന്നത് പോലെ ഇതിൻ്റെ രക്തവും അവിടെ തളിക്കണം. ഇനി അപ്പോൾ നമുക്കറിയാം, ആ കൃപാസനം ഉണ്ടാക്കിയിരിക്കുന്നത് പ്യുവർ ഗോൾഡ് കൊണ്ടാണ്, സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്താണ് ഇതൊക്കെയും ഇട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പെട്ടകം വെച്ചിരിക്കുന്നത്. പെട്ടകത്തിൻ്റെ പുറത്താണല്ലോ ഈ കൃപാസനമുള്ളത്. കൃപാസനത്തിന്മേലും അതിൻ്റെ മുൻഭാഗത്തുമായിട്ടാണ് രക്തം തളിക്കേണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ കൃപാസനത്തിൻ്റെ ആ അടിയിലുള്ള ആർക്ക് ഓഫ് ദ കവനന്റിൽ വെച്ചിരിക്കുന്നത്? അല്പം വിശദമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് മന്ന, അതായത് മന്ന ഇട്ട് വെച്ചേക്കുന്ന ആ സ്വർണ്ണ പാത്രം. രണ്ടാമത് അഹരോന്റെ തളിർത്ത വടി. മൂന്നാമത് 2 കൽപ്പലകകൾ. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ 3 കാര്യങ്ങൾ, അതായത് സാക്ഷ്യത്തിൻ്റെ വസ്തുക്കൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതവിടെ വെച്ചിരിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത്? അപ്പോൾ ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ, ആവർത്തന പുസ്തകം 9-ന്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്കുക, അത് നീ മറന്നു കളയരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ പുറപ്പെടുവിച്ച നാൾ മുതൽ ഈ സ്ഥലത്ത് വരുന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു. ഹോരേബിലും നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു. അതുകൊണ്ട് യഹോവ നിങ്ങളെ നശിപ്പിക്കാൻ വിചാരിക്കും വണ്ണം നിങ്ങളോട് കോപിച്ചു. യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിൻ്റെ പലകകളായ കൽപ്പനകളെ വാങ്ങുവാനായിട്ട് മോശ പറയുന്നതായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. എന്നാൽ മോശ വരാൻ താമസിച്ചപ്പോൾ ഈ ജനം അക്ഷമരായി. അഹരോനോട് പറയുന്നു, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്താ, കാരണം ഇവിടെ ഞങ്ങൾക്ക് ദൈവമില്ലാതെ വയ്യ. കാരണം ഈജിപ്തിൽ ഞങ്ങൾ ആരാധിച്ചിരുന്ന പല ദൈവങ്ങളുണ്ട്, അതിലൊരു ദൈവത്തെ ഉണ്ടാക്കിത്താ എന്ന് അഹരോനോട് പറയുകയാണ്. അപ്പോൾ അഹരോൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ കുണുക്കുകളൊക്കെ, കാതിലുള്ള കുണുക്കുകളൊക്കെ ഒന്ന് ഊരിത്താ, അപ്പം ഞാൻ നിങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരാം. അങ്ങനെ അവർ കുണുക്കുകളെല്ലാം ഊരിക്കൊടുത്തു. അപ്പോൾ അഹരോൻ അതിൽ നിന്നും ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. അപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അതിനെ ആരാധിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ടൊരു യാഗപീഠവും ഉണ്ടാക്കി അതിൻ്റെ മുൻപിൽ കിടന്ന് നൃത്തം ചെയ്യാനും തിന്നുവാനും കുടിക്കുവാനും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് മോശ പർവ്വതത്തിൽ നിന്നും, സിനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോശെ, ആ വലിയ ശബ്ദം കേൾക്കുന്നത് എന്താണെന്നറിയാമോ? നിന്റെ ജനം വഷളായിപ്പോയി. ഞാൻ പറഞ്ഞ രീതിയിലല്ല അവർ നടക്കുന്നത്, അവർ പാപം ചെയ്തു എന്ന് പരസംഗം ചെയ്യുകയാണ്. യഹോവയെ വിട്ട് വേറൊരു ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് വിശ്വാസവഞ്ചനയാണ്. അതുകൊണ്ട് നീ ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്ക്, എനിക്ക് അവരോട് കോപമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മോശ വന്നപ്പോൾ
ഈ ഒരു സീനാ കാണുന്നത്. അവരെല്ലാവരും കൂടെ ആർത്തട്ടഹസിച്ച് സന്തോഷിക്കുക. എവിടെ നിന്നുകൊണ്ട്? ആ കാളക്കുട്ടിയുടെ, സ്വർണ്ണ കാളക്കുട്ടിയുടെ മുൻപിൽ നിന്നുകൊണ്ട്. അപ്പോൾ യഹോവയെ അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മോശയ്ക്ക് വല്ലാത്ത കോപം ജ്വലിച്ചിട്ട് ദൈവത്തിൻ്റെ കയ്യാൽ എഴുതിയ നിയമങ്ങൾ എഴുതിയ ആ 2 കൽപ്പലകകളും എറിഞ്ഞുടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് പല സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പം നിയമം കയ്യിലില്ല. കാരണം ആ കൽപ്പലകകളെല്ലാം എറിഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ കർത്താവ് വീണ്ടും പറയുന്നു, നീ ഇനിയും കയറി വാ, നീ അതായത് കൽപ്പലകകൾ ഉണ്ടാക്കിക്കൊണ്ടുവാ, ഞാനത് എഴുതി തരാം. അങ്ങനെ വീണ്ടും കൽപ്പലകകളുമായിട്ട് കടന്നു ചെന്ന് അവിടെ നിന്നും വീണ്ടും എഴുതിക്കൊണ്ട് വരുന്നതാണ്. ഇതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഇവരുടെ നന്ദികേടും അനുസരണക്കേടും ദൈവത്തോട് സ്നേഹമില്ലായ്മയും ഒക്കെയാണ് ഇതിനെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 കൽപ്പലകകളും ഈ സാക്ഷ്യ കൂടാരത്തിൽ, സാക്ഷ്യത്തിൻ്റെ പെട്ടകത്തിൽ വെക്കണമെന്ന് കർത്താവ് പറയുന്നത്. ഇനി അത് തന്നെയാണോ? അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ വീണ്ടും അവർ യാത്ര തുടരുകയാണ്. തുടരുന്ന സമയത്ത് ഈ കോരഹനും കൂടെയുള്ള കുറച്ചു പേർക്കും അഹരോനും മോശയും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വലിയ നേതാക്കന്മാരായി വെറുതെ ചമയുകയാണെന്നൊരു ചിന്ത വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുമൊക്കെ വിശുദ്ധരാ, നിങ്ങൾ മാത്രമൊന്നുമല്ല വിശുദ്ധര്. ഞങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇത്ര വലിയ ആള് കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവര് മോശയോടും അഹരോനോടും തർക്കിക്കുകയാണ്. അപ്പോൾ വീണ്ടും മോശ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത്, അതായത് ഒരു തലവനെ തിരഞ്ഞെടുത്ത് അവരോരോരുത്തരും ഒരു വടി കൊണ്ടുവന്ന് ആ വടിയേൽ അവരുടെ പേരെഴുത്. ലേവി ഗോത്രത്തിൻ്റെ വടിയേൽ അഹരോൻ്റെ പേരെഴുതിയാൽ മതി. അങ്ങനെ 12 വടികളും അവിടെ കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുകയാണ്. പിറ്റേ ദിവസം ആ ഉണങ്ങിയ കമ്പുകൾ ഒക്കെ അങ്ങനെ അവിടെ ഇരിപ്പുണ്ടോ, എന്താണ് അതിന് സംഭവിച്ചതെന്ന് നോക്കാനായിട്ട് ചെന്ന് നോക്കുകയാണ് ജനം. അതായത് മോശയും അഹരോനും മറ്റ് പ്രമാണികളും ഒക്കെ കൂടെ. അപ്പോൾ എന്താ കാണുന്നത്? അഹരോൻ്റെ വടി തളിർത്ത് പൂത്ത് ബദാമും അതിലുണ്ടായിരിക്കുന്നു. അപ്പോൾ ആ നിമിഷം മുതൽ യഹോവയാണ് ഇവരെ തിരഞ്ഞെടുത്തത്. അതായത് അധികാരം യഹോവയാണ് മോശയ്ക്കും അഹരോനും കൊടുത്തത് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട്, ഒരു എവിഡൻസായിട്ട് ആ അഹരോൻ്റെ വടി, തളിർത്ത വടി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും കർത്താവ് പറഞ്ഞു, ഏതായാലും ഇത് മറ്റുള്ളവർക്ക് മനസ്സിലായല്ലോ, ഇനി ഈ വടി മാറ്റി വെക്കണ്ട, ഇത് കർത്തൃസന്നിധിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വടിയും അവിടെ എടുത്തു വയ്ക്കുകയാണ്, തളിർത്ത വടി. ആ തളിർത്ത വടി ഈ സാക്ഷ്യത്തിൻ്റെ പെട്ടകത്തിൽ അതും എടുത്തു വെച്ചു. ഇനി അടുത്ത ഒരു സാധനം എന്താന്ന് വെച്ചാൽ, മന്ന ഇട്ടിരുന്ന പൊൻപാത്രം. ഒരു പൊൻപാത്രമുണ്ട്, അതിനകത്ത് മന്ന ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മന്ന അവർക്ക് കൊടുത്തത് ദൈവമാണ്. അവര് വരുന്ന വഴിക്കൊക്കെ അവർക്ക് പിറുപിറുപ്പ. ഞങ്ങൾ ഈജിപ്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് വളരെ സൗഖ്യമായിരുന്നു, ഞങ്ങൾ ഇഷ്ടമുള്ള ആഹാരം ഒക്കെ കഴിച്ചു, ഞങ്ങൾ ഇറച്ചിക്കലത്തിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല, ഇഷ്ടം പോലെ സൗജന്യമായിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. അതുപോലെ എന്തെല്ലാം പച്ചക്കറികളാണ് ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഈ മരുഭൂമിയിൽ ഇത് എന്തെങ്കിലും ഉണ്ടോ? ഇറച്ചിയുണ്ടോ? അപ്പമുണ്ടോ? വെജിറ്റബിൾസ് ഉണ്ടോ? ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ പിറുപിറുക്കാൻ തുടങ്ങി. പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടം പോലെ കാടപ്പക്ഷികളെയും വൈകിട്ട് കാടപ്പക്ഷികളെയും കൊടുത്തു. രാവിലെ എന്നും മന്ന, അതായത് അപ്പം സ്വർഗത്തിൽ നിന്നും വീഴുകയാണ്. കൊത്തമ്പാലരി പോലുള്ള ആ ഒരു ധാന്യം താഴേക്ക് വീഴുകയാണ്.
അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത് പെറുക്കണം. ആഴ്ചയിൽ 6 ദിവസവും ഇഷ്ടം പോലെ പെറുക്കാം. പക്ഷെ പെറുക്കിക്കൊണ്ട് വരുമ്പോൾ ഓരോരുത്തൻ്റെയും ആവശ്യത്തിന് തികയുന്നത്രയും തന്നെ കാണും. എന്നാൽ ശബത്ത് ദിവസം അവർ പെറുക്കുമ്പോൾ ഡബിൾ ക്വാണ്ടിറ്റി, അതായത് ശബത്ത് ദിവസം ജോലി ചെയ്യാൻ പാടില്ല. അപ്പോൾ അന്നത്തേക്കുമുള്ളത് അതിൻ്റെ തലേ ദിവസം അവർ പെറുക്കും. അപ്പം ശബത്തിൻ്റെ തലേ ദിവസം പെറുക്കുന്നത് ഇരട്ടി ക്വാണ്ടിറ്റി ആയിരിക്കും. ഇതൊക്കെ കൊടുത്തിട്ടും കുറേ കഴിയുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈ സാരമല്ലാത്ത ഭക്ഷണം, ആദ്യം പറഞ്ഞു തേൻ കൂട്ടിയ ദോശ പോലുണ്ടിത്, നല്ലതായിരുന്നെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ പറയും, നമ്മൾ കേൾക്കുന്നത് ഈ സാരമില്ലാത്ത ആഹാരം ഇതാർക്ക് വേണം, എന്നും ഒരേ ആഹാരം തന്നെ, ഇതെന്താണ്? ഞങ്ങൾ ഈജിപ്തിലായിരുന്നപ്പം ഞങ്ങൾക്ക് അതിനൊക്കെ ഒരു വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ നല്ല നല്ല ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ പുറപുറത്തു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ മന്നായും തന്നിരിക്കുന്ന സ്വർഗീയ ഭോജനം അവർക്ക് കൊടുത്തത്, അതും അവർക്ക് അനിഷ്ടമായി തീർന്നതുകൊണ്ട് ഇതും അവരുടെ അനുസരണക്കേടിൻ്റെയും നന്ദികേടിൻ്റെയും മത്സരബുദ്ധിയുടെയും ഒരു സാക്ഷ്യമായിട്ടും, എന്നിട്ടും ഞാൻ അവരോട് ക്ഷമിച്ച് അവരെ പുലർത്തുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിട്ട് ഇതും ഒരു പാത്രത്തിലെടുത്ത് ആ പെട്ടകത്തിനകത്ത് വയ്ക്കുക എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയാണ് ഈ 3 കാര്യങ്ങൾ ആ പെട്ടകത്തിനകത്ത് വയ്ക്കുവാനിടയായത്. അപ്പോൾ ഈ പെട്ടകത്തിനകത്ത് ഈ 3 സാധനങ്ങൾ ഇരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എത്രയധികം ഇസ്രായേൽ മക്കളെ കരുതിയിട്ടും അവർക്ക് ദൈവത്തോട് അതുപോലൊരു സ്നേഹമോ ഒരു ഭക്തിയോ ഒന്നുമില്ല. അവരെന്താണ്? എപ്പോഴും പുറുപുറുക്കലാണ്, അവർ എപ്പോഴും അതൃപ്തിയാണ്, എപ്പോഴും സന്തോഷമില്ലായ്മയാണ്, ഒരു നന്ദിയുമില്ല, എപ്പോഴും മത്സരം. അപ്പോൾ ഈ മത്സരമൊക്കെ ഉണ്ടായിട്ടും ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് ഈ 3 സാധനങ്ങളും, അതായത് 3 തരത്തിലുള്ള മത്സരം അവിടെ ഉണ്ടാകുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ അധികാരത്തോടുള്ള മത്സരം, അതാണ് അഹരോനെയും മോശയെയും ഒക്കെ പുരോഹിതന്മാരായിട്ട് നിയമിച്ചതിൻ്റെ അസൂയയും അതിനോടുള്ള അങ്ങനെയുള്ള ഒരു മനോഭാവവും, ഒരു ഭയമില്ലാത്ത ഭക്തിയില്ലാത്ത മറുതലിപ്പിൻ്റെ ഒരു മനോഭാവം. ആ മനോഭാവം കർത്താവിന് സഹിച്ചില്ല. എങ്കിൽ തന്നെയും കർത്താവ് അവരെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൽപ്പലകകൾ എന്താണ്? രണ്ടാമത് കൊണ്ടുവന്ന കൽപ്പലകകളാണ്. അപ്പം ദാറ്റ് മീൻസ് ആദ്യത്തെ കൽപ്പലകകൾ എറിഞ്ഞുടച്ചു. അതിൻ്റെ കാരണം എന്താണ്? അവർ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു. കാളക്കുട്ടിയുടെ മുൻപിലാണ് അവരിപ്പോൾ ആടി ഉല്ലസിച്ച് കഴിയുന്നത്. അപ്പോൾ അതും കർത്താവ് കണ്ടു, തൻ്റെ ഹൃദയം വേദനിച്ചു. മോശ ഇടിവിൽ നിൽക്കേണ്ടി വന്നു അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ മുഴുവനും അപ്പോൾ നശിപ്പിച്ച് കളയുമായിരുന്നു. അനേകം പേര് മരിച്ചു. ആ ഒരു സംഭവം നമുക്കറിയാമത്. എങ്കിൽ തന്നെയും ആ 3 സാധനവും ഇവരുടെ നന്ദികേടിനെയും സ്നേഹമില്ലായ്മയെയും ഭക്തിയില്ലായ്മയെയും കാണിക്കുന്ന സാക്ഷ്യത്തിൻ്റെ വസ്തുക്കളായിട്ട് ഈ പെട്ടകത്തിൽ വയ്ക്കുകയാണ്. എന്നാൽ ഈ പെട്ടകത്തിൻ്റെ മുകളിൽ എന്താ? ഇതാരും കാണുന്ന കർത്താവിനറിയാം. എങ്കിൽ അതിന് സ്വർണ്ണ മൂടി, അതായത് അതിനൊരടപ്പിടുന്നത് ഖദിരമരത്തിൻ്റെ 2 വശവും ചുറ്റുമെല്ലാം മുഴുവനായിട്ട് സ്വർണം കൊണ്ട് കവർ ചെയ്ത ആ ഒരു അടപ്പ് കൊണ്ടാണ് അതിനെ അടയ്ക്കുന്നത്. ഈ അടപ്പിൻ്റെ പുറത്താണ് 2 കെരൂബുകളെ നിർത്തിയിരിക്കുന്നത്. ഈ കെരൂബുകളുടെ മധ്യത്തുള്ള സ്ഥലത്താണ് കൃപാസനം, അതായത് ദൈവത്തിൻ്റെ ശബ്ദം അവിടെ നിന്നാണ് വരുന്നത്. ദൈവം അവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തെ കാണാൻ പറ്റുകയില്ല. അവിടെ നിന്നും ആ മേഘത്തിനിടയിൽ നിന്നും, ഏത് മേഘം? ആ മേഘവും അവിടെ ഉണ്ടാക്കപ്പെടുകയാണ്. കാരണം സുഗന്ധവർഗം ആ തീയിലേക്കിടുമ്പോൾ വരുന്ന കട്ടിയായുള്ള പുക നിമിത്തം അതൊന്നും കാണാനൊക്കെയില്ല. അപ്പോൾ ആ മേഘത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ്
മോശയോട് സംസാരിക്കുന്നത്. എന്താണ് സംസാരിക്കുന്നത്? എങ്ങനെയാണ് ഇവരെ എവിടോട്ടാണ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് മുന്നോട്ട് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മോശയോട് സംസാരിച്ച് അവൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ കൃപാസനം. അപ്പോൾ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക തയ്യാറെടുപ്പ് വേണം. അതവിടെ ആർക്കും കടന്നു ചെല്ലാൻ ഒക്കുകയില്ല കർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ. അപ്പോൾ അതിന് ഒരു വർഷത്തിലൊരിക്കൽ മാത്രം അവിടെ കടന്നു ചെല്ലാം. അതും യാഗമൃഗത്തിൻ്റെ രക്തവുമായിട്ടേ അതിനകത്തേക്ക് കടക്കാനൊക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുൻപേ വായിച്ചത്, അതായത് അവൻ എപ്പോഴും ഇവിടോട്ട് കടന്നു വരരുത്, കടന്നു വന്നാൽ അവൻ മരിക്കും. നമുക്കറിയാം അഹരോന്റെ 2 മക്കൾ മരിച്ചു ഈ സംഭവത്തിന് മുൻപ്. കാരണം അവരെ അന്യാഗ്നി കർത്താവിന് വേണ്ടി ധൂപം കഴിക്കാനായി ഉപയോഗിച്ചു. അവരവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ ആ കൃപാസനം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്തിന് ഇറങ്ങി മോശയോടും അഹരോനോടോ സംസാരിപ്പാനുള്ള ഇടമായിട്ടാണെന്ന് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ആ ഒരു തിരശീലയും അവിടെയുണ്ട്. തിരശീലയെന്ന് വെച്ചാൽ ആ 2 ഭാഗങ്ങളെയും, ഹോളി ഓഫ് ഹോളീസിനെയും ഹോളി പ്ലേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടേക്ക് അങ്ങനെയൊന്നും ആർക്കും ചെന്ന് കയറാനൊക്കുകയില്ല. എന്നാൽ ഇപ്പോഴെന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആദ്യം വായിച്ച, ഇപ്പോൾ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാമെന്ന് എബ്രായ ലേഖനം 4:16 പറയുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായം ലഭിപ്പാനുമായി കൃപാസനത്തിലേക്ക് അടുത്തു വരാമെന്ന് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് അതിനിടയ്ക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നതെന്ന് നാം ചിന്തിക്കണം. എന്താണ് അവിടെ വ്യത്യാസം വരുന്നത് എന്ന് വെച്ചാൽ, കർത്താവ് ഈ യാഗപീഠത്തിൽ എന്നേക്കുമായി യാഗമർപ്പിക്കപ്പെട്ടു. കർത്താവിൻ്റെ കാൽവറിയിലെ യാഗമെന്ന് പറയുന്നത് ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ ആ ഒരു കൃപാസനത്തിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ ഒരു യാഗം കഴിക്കപ്പെടുകയാണ്. തൻ്റെ സ്വന്തം പുത്രനെ, ഊനമില്ലാത്ത കുഞ്ഞാടിനെ യാഗം കഴിക്കുകയാണ്, യാഗമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ യാഗമർപ്പിച്ചപ്പോൾ എന്താണ്? കർത്താവാണ് മഹാപുരോഹിതൻ, യേശു കർത്താവ് തന്നെയാണ് മഹാപുരോഹിതൻ. താൻ തന്നെയാണ് അറുക്കപ്പെടാനുള്ള കുഞ്ഞാടും. അപ്പോൾ ഈ കുഞ്ഞാട് സന്നിധിയിലേക്ക് വരികയാണ്, സന്നിധിയിലേക്ക് വന്നിട്ട് അറുക്കപ്പെടുകയാണ്. അറുക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ രക്തം, അതായത് ആ കർത്താവിൻ്റെ രക്തം മഹാപുരോഹിതനായ കർത്താവ് തന്നെ കൃപാസനത്തിൽ തളിക്കുകയാണ്. കൃപാസനത്തിൽ തളിക്കുമ്പോൾ, അതായത് കർത്താവ് കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ കാൽവറിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഭൂമി കുലുക്കവും അതിനോടൊപ്പമുണ്ടായി. ഒരു വലിയ സംഭവമാണ്. ലോക ചരിത്രത്തിൽ, മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ യാഗമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന് തിരശീല ചീന്തി. അതായത് കർത്താവിൻ്റെ ദേഹം അറുക്കപ്പെട്ടപ്പോൾ, അതായത് കർത്താവിൻ്റെ ദേഹത്ത് നിന്നും പ്രാണൻ വിട്ടുപോയപ്പോൾ, പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും കൊല്ലാനൊന്നും സാധിക്കുകയില്ല. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിനെ ആർക്കെങ്കിലും കൊല്ലാൻ ഒക്കുമോ? മനഃപൂർവമായിട്ട് സ്വമേധയാ ഈ യാഗത്തിനായി സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനുവേണ്ടി വലിയ കഷ്ടത, വേദന കർത്താവ് അനുഭവിക്കേണ്ടി വന്നു. ആ വേദന അത് നിലവിളിച്ചുകൊണ്ട് താൻ പ്രാണനെ വിടുകയാണ്. പ്രാണനെ വിട്ടു. അപ്പോഴാണ് മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട്
അടിയോളം രണ്ടായി ചീന്തിപ്പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ പഴയ നിയമത്തിലെ ആ ഒരു തിരശ്ശീല ഓർക്കണം. ആ തിരശ്ശീല കർത്താവ് മരിക്കുന്ന സമയത്ത് ആ യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന തിരശ്ശീലയാണ് രണ്ടായിട്ട് മേൽ തൊട്ട് അടി വരെയാണ് അത് ചീന്തിയത്, മുറിഞ്ഞത്, അതായത് അത് രണ്ടായി മുറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ കർത്താവ്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ ഒരു പുതിയ വഴി പിതാവിലേക്ക് കർത്താവ് തുറന്നു തരികയാണ് ചെയ്തത്. അപ്പോൾ ആ ദേഹമെന്ന തിരശ്ശീല അവിടെ ചിന്തിയപ്പോൾ ഇവിടെ അതിൻ്റെ അടയാളമായിട്ട് യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായിട്ട് പിളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വലിയ ഒരു സംഭവം, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സംഭവം, ഒരു നേട്ടം അവിടെ ഉണ്ടാകുകയാണ്. അതായത് കർത്താവ് ക്രൂശിൽ തൻ്റെ പ്രാണനെ വിട്ടപ്പോൾ, പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇവിടെ ആ പിതാവും മനുഷ്യരും തമ്മിലുള്ള ആ വേർപാട് മാറി. അതായത് നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഒരനുവാദം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭൗതികമായിട്ടുള്ള ഒരു ആർക്ക് ഓഫ് ദ കവനന്റോ അല്ലെങ്കിൽ കൃപാസനമോ അല്ല, എന്നേക്കുമായിട്ട് നിത്യമായ ഒരു ആർക്ക് ഓഫ് ദ കവനന്റും അതിൻ്റെ പുറത്ത് ഒരു കൃപാസനവും കർത്താവ് നമ്മൾക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ രക്തം, യേശു കർത്താവിൻ്റെ രക്തം മഹാപുരോഹിതനായ ക്രിസ്തു തന്നെ അർപ്പിച്ചപ്പോൾ കർത്താവ്, അതായത് പിതാവായ ദൈവം ഇനി കാണുന്നത് എന്താണ്? നമ്മുടെ പാപം, ആ പെട്ടകത്തിനകത്തുള്ള നമ്മുടെ പാപമോ മറുതലിപ്പോ മത്സരമോ ഒന്നുമല്ല ഇനി പിതാവ് കാണുന്നത്. പിതാവ് എന്താ കാണുന്നത്? തൻ്റെ പുത്രൻ്റെ രക്തമാണ് അവിടെ കാണുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമാണ് ആ ഇതിൽ കാണുന്നത്, അതായത് കൃപാസനത്തിൽ, ആ സിംഹാസനത്തിൽ കാണുന്നത്. അപ്പോൾ ആ സിംഹാസനത്തിൽ എഴുന്നള്ളി വന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഇതാണ് ആ കൃപാസനത്തിനുള്ള വ്യത്യാസം. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, ആർക്കും അവിടേക്ക് കയറി ചെല്ലാൻ സാധ്യമല്ല. ഇവൻ മഹാപുരോഹിതനായ ആരോനോട് പോലും ഇങ്ങനെ പറയണമെന്ന, അതായത് അവന് മരിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ ഇഷ്ടമുള്ള സമയത്തൊന്ന് ഇങ്ങോട്ട് കയറി വരുന്ന അവനോടൊന്ന് മുന്നറിയിപ്പ് കൊടുത്തേക്കണം. എന്ന കാരണം കയറി വന്നാൽ അവൻ മരിക്കും, അയോഗ്യനായി അവിടെ കയറി വന്നാൽ അവൻ മരിക്കും. അതുകൊണ്ട് അങ്ങനെ മരിക്കാതിരിക്കാനായിട്ട് ഉള്ള കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു കൊടുത്തത്. എന്നാൽ ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ഒരിക്കലായിട്ടുള്ള ആ വലിയ യാഗം ചെയ്തതോടുകൂടെ ആ തിരശ്ശീല മുറിഞ്ഞു, അതായത് രണ്ടായി കീറി നമുക്ക് കർത്താവിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലാം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എന്താണ്? അതായത് കൃപാസനമാണ് വെച്ചിരിക്കുന്നത്. കൃപാസനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ പാപങ്ങളെല്ലാം മൂടി വെച്ച ആ ഒരു സാക്ഷ്യത്തിൻ്റെ പെട്ടകം അവിടെ ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഈ കൃപാസനത്തിൻ്റെ പലക. അത് ആ കൃപാസനത്തിൻ്റെ ആ സീറ്റ്, അതായത് ആ സിംഹാസനം, ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ദൈവം നമ്മളോട്, മനുഷ്യനോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ധൈര്യത്തോടെ ഇപ്പോൾ അങ്ങോട്ട് അകത്ത് ചെല്ലാം. കാരണം വഴി തുറന്നു. ഏത് വഴിയാ തുറന്നത്? ക്രിസ്തു എന്ന ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരം രണ്ടായി പിളർക്കപ്പെട്ടു എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി കർത്താവ് യാഗമായി തീർന്നു. അതുകൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് കയറി ചെല്ലുവാനായിട്ട് ഒരു വഴി തുറന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യമായിട്ടുള്ളത് അവനാ, ജീവനും അവനാണ്, വഴിയും അവനാണ്. അപ്പോൾ ഈ വഴി തുറന്നത് എങ്ങനെയാണ്? വഴി തുറന്നത് ആ കാൽവറി യാഗത്തിലൂടെയാണ് നമുക്ക് ആ വഴി തുറന്നു കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇനി ആ തിരശ്ശീലയുടെ കട്ടിയോ ആ തിരശ്ശീല അവിടെ ഉണ്ടെന്നോ അല്ലെ ഇനി ധൂപകലശം കൊണ്ടുവരണമെന്നോ ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഒരു പുതുവഴി നമുക്കായിട്ട് തുറന്നു തരികയാണ്. ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായി തീർന്നു. നമ്മുടെ ദുർമനസാക്ഷി മാറിപ്പോയി.
അതായത് കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ള ഇത് ചിന്തിക്കുമ്പോൾ, ആ വലിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നാം ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ മനസാക്ഷി കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുകയാണ്. അതോടുകൂടെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവർ, അതായത് ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായി തീരുന്നു. അതുപോലെ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി, ശുദ്ധവെള്ളം ഇവിടെ പറഞ്ഞാൽ ആത്മാവും ഇനി വചനത്താൽ നാം കഴുകപ്പെട്ടവരായി തീർന്ന്, അങ്ങനെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് നമ്മൾ പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് ഒരു പുതിയ വഴി തുറന്നിരിക്കുകയാണ് കർത്താവ് തൻ്റെ യാഗത്തിലൂടെ. ഇനി എന്താ എബ്രായ ലേഖനം 7:25 പറയുന്നത്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇനി വേറൊരു റോളാണ് കർത്താവിൻ്റെ ഇവിടെ. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. അവൻ അവിടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. പിതാവേ, ഇവർ പാപികളായിരുന്നു, എന്നാൽ ഞാൻ എൻ്റെ രക്തം കൊണ്ട് ഇവരുടെ പാപത്തെ മറച്ചു. അവരാ സാക്ഷ്യപെട്ടകത്തിൽ അവരുടെ പാപങ്ങളൊക്കെ ഞാൻ മറച്ചു. അതിൻ്റെ മുകളിൽ എൻ്റെ രക്തം ഞാൻ അർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ കാണുന്നത് എന്നെയാണ് കാണുന്നത്, അവരുടെ പാപമല്ല. അവർക്കിന്ന് പാപമില്ല, കാരണം ആ പാപത്തിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്തു എന്ന് പിതാവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷവാദം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റിംഗ് ഫോർ us, നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ് കർത്താവ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അപ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന്. ഈ പുണ്യാഹ രക്തം ഏതാണ്? യേശു കർത്താവിൻ്റെ രക്തം ഈ കൃപാസനത്തിൽ തളിച്ചിരിക്കുന്നതാണ്. അതെന്നേക്കും നിലനിൽക്കുന്ന യാഗമായതുകൊണ്ട് ആ രക്തം എന്നും അവിടെയുണ്ട്. കർത്താവിൻ്റെ രക്തം ആ മേഴ്സി സീറ്റിൽ അല്ലെങ്കിൽ കൃപാസനത്തിൽ എന്നുമുണ്ട്. അപ്പം നമ്മളെ നോക്കുന്ന പിതാവ് കാണുന്നത് എന്താണ്? തൻ്റെ പുത്രൻ്റെ രക്തമാണ് നമ്മളെ മറച്ചിരിക്കുകയാണ്. നമ്മൾ അവിടെ ഇങ്ങനെ ആ രക്തത്തിൻ്റെ അടിയിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി അത് ഓർക്കുന്നുമില്ല, നമ്മുടെ പാപങ്ങളെ ഇനി കർത്താവ് ഓർക്കുന്നില്ല, അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു, അത് അടച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ വിശ്വസിക്കുന്നവർ? ഈ റോമാലേഖനം 3-ാം അധ്യായം 25-26 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നുവെന്ന്. ആരെ പരസ്യമായി നിർത്തിയിരിക്കുന്നു? യേശു കർത്താവിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? അവൻ്റെ രക്തം മൂലം നമുക്ക് പ്രായശ്ചിത്തമുണ്ട്. അതായത് നമുക്ക് അറ്റോൺമെൻ്റ് എന്ന് പറയും, പ്രായശ്ചിത്തം. നമുക്ക് പകരമായിട്ട് അവൻ ആ കുറ്റം ഏറ്റെടുത്തു, അവൻ ശിക്ഷിക്കപ്പെട്ടു. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ ക്ഷമയിൽ, തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, അതായത് നമ്മുടെ പഴയ പാപങ്ങളൊന്നും ഒരു ശിക്ഷയുമില്ല അതിന്. കാരണം കർത്താവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവ് നമ്മുടെ പാപവും ശാപവും എല്ലാം ഏറ്റെടുത്ത് ശിക്ഷയും ഏറ്റെടുത്തത് നിമിത്തം നമുക്കിനി പാപമില്ല. അപ്പോൾ തൻ്റെ നീതിയെയാണ് കർത്താവ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. കാരണം വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടും. എന്തിലാണ് നാം വിശ്വസിച്ചത്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നു, എൻ്റെ പാപത്തെ മാറ്റിക്കളഞ്ഞു എന്നുള്ള വിശ്വാസം, ആ ക്രൂശിലുള്ള വിശ്വാസം വന്നപ്പോൾ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നാം യേശുവിൽ വിശ്വസിക്കുന്നവനെ അവൻ നീതീകരിക്കുന്നു. അങ്ങനെ തൻ്റെ നീതിയെ കർത്താവ് പ്രദർശിപ്പിക്കുകയാണ്. എങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്?
നമ്മുടെ വിശ്വാസത്തിൽ കൂടെ. നമുക്ക് അവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ വിശ്വാസവും കൃപയാലേ വന്നുവെന്ന് എഫേസ്യ ലേഖനത്തിൽ വന്നു. അതായത് വിശ്വസിക്കത്തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മെ നേരത്തെ തന്നെ ചൂസ് ചെയ്തിരിക്കുക, മുൻ നിയമിച്ചിരിക്കുക നമ്മളെ. അതായത് നമുക്ക് കർത്താവിൻ്റെ ആ ഒരു വലിയ കൃപയിലേക്ക് നമ്മളെ വരുവാനായിട്ട് കർത്താവ് ക്ഷണിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ പാപത്തിനെല്ലാം പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. അവൻ കരുണയുള്ളവനാണ്, അവൻ വിശ്വസ്ത മഹാപുരോഹിതനാണ്. അപ്പം എങ്ങനെയാണ് അവൻ ചെയ്തത്? അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു, നമ്മോട് താദാത്മ്യം പ്രാപിച്ച് മനുഷ്യനായി തീർന്നു. എന്തിനാണ് കർത്താവ് യേശു ദൈവമായിരിക്കെ എന്തിനാണ് മനുഷ്യനായി പിറന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവൻ നമ്മെപ്പോലെ ഒരുവനായി തീർന്ന്, തൻ്റെ സഹോദരന്മാരോട് സാദൃശ്യമുള്ളവനായി തീർന്ന് നമ്മെ വിടുവിച്ചു. അപ്പം കർത്താവ് മനുഷ്യനായി ജീവിച്ചതുകൊണ്ട്, സാധാരണ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന പരീക്ഷകളും നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളും എല്ലാം കർത്താവിന് മനസ്സിലാകും. നമ്മുടെ ചിന്തകൾ കർത്താവിന് മനസ്സിലാകും. നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം കർത്താവിന് മനസ്സിലാകും. അപ്പം അങ്ങനെ നമ്മോട് താദാത്മ്യം പ്രാപിച്ചാണ് വിടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിന് നമ്മളെ ശരിക്കും മനസ്സിലാക്കാനുള്ള ആ ഒരവസരവും കൂടെയായിരുന്നു, അനുഭവിച്ച് തന്നെ അറിയാനുള്ള ഒരവസരമായിരുന്നു തൻ്റെ മനുഷ്യനായിട്ടുള്ള ഈ ലോകത്തിലെ ജീവിതം. അതുകൊണ്ട് ഇപ്പം നാം എന്താ പറയേണ്ടത്? നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരാം. ധൈര്യത്തോടെ നമ്മുടെ പ്രശ്നങ്ങളെ അവൻ്റെ മുൻപിൽ വെക്കാം. കാരണം അവൻ കൃപയും കരുണയും നിറഞ്ഞവനാണ്. കൃപമേൽ കൃപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പാപക്ഷമ ലഭിക്കുന്നു, നമുക്ക് സൗഖ്യം ലഭിക്കുന്നു, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവൻ തരുന്നു. അപ്പോൾ ഈ രക്തത്താൽ എന്തൊക്കെയാണ് നമുക്ക് സാധിച്ചു കിട്ടിയെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ അതിന് 3-4 വേർഡ്സ് പറയുമെങ്കിലും മലയാളത്തിൽ അതിന് പ്രായശ്ചിത്തം, ഒരു വീണ്ടെടുക്കൽ, വിശുദ്ധീകരണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അറ്റോൺമെൻറ്റ്, പ്യൂരിഫിക്കേഷൻ, കോൺസിക്രേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, എന്ത് പറഞ്ഞാലും ഇതെല്ലാം വിശുദ്ധീകരണമാണ്. നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത ആ വലിയ രക്ഷണ്യ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ മക്കളാകുവാൻ അധികാരവും കൊടുത്തു എന്ന് വചനത്തിൽ പറയുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ സൗഭാഗ്യം കർത്താവ് അനുവദിച്ചു തന്നിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൽ വിശ്വസിക്കാതിരിക്കരുത്. കാരണം വിശ്വസിച്ച് ഇത് ഏറ്റെടുക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് തൻ്റെ രക്തം, അതായത് യേശു കർത്താവ് തൻ്റെ രക്തം പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് നമുക്ക് പിതാവുമായിട്ട് നമ്മെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക്, അതായത് ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു നിരപ്പിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും അതായത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 1 യോഹന്നാൻ 2:2 പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. ഇനി എന്തൊക്കെയാണ് നമുക്ക് സാധിച്ചു കിട്ടിയത്? പാപപരിഹാരം ലഭിച്ചു, പാപക്ഷമ ലഭിച്ചു, ശുദ്ധീകരണം ലഭിച്ചു, പ്രായശ്ചിത്തം നമ്മൾ പ്രായശ്ചിത്തം ചെയ്തു കർത്താവ്. ഇതെല്ലാം ഒരിക്കലായിട്ടുള്ള ക്രൂശ് മരണത്താലാണ് സാധ്യമായി തീർന്നത്. അപ്പോൾ ആ തിരശീല ഇനി അവിടെ ഇല്ല. നമുക്ക് നേരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം ധൈര്യത്തോടുകൂടെ. ദൈവം നമ്മുടെ സങ്കേതവും
ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ, നമ്മുടെ സങ്കടങ്ങളെയെല്ലാം നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം തന്നിൽ സമർപ്പിച്ച് അവിടെ നിന്ന് ആശ്വാസവും സൗഖ്യവും വിടുതലും എല്ലാം പ്രാപിപ്പാൻ കർത്താവ് നമുക്കതിനുള്ള അധികാരം തന്ന് ആക്കിയിരിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ക്രൂശിനായി സ്തോത്രം. പറഞ്ഞുകൂടാത്ത ദാനങ്ങൾക്കായി സ്തോത്രം. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.